ഓ നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. അവൾ എന്റെ കുട്ടി, ഭഗവാന്റെ പരമഭക്തയായ ഒരു പെൺകുട്ടി. അവൾ അഡ്മിഷനായി കോളേജിലെത്തി. ക്രൈസ്തവ സഭയുടെ മേൽനോട്ടത്തിലുള്ള കോളേജ്. പെൺകുട്ടിക്ക് അവിടെ പ്രവേശനം ലഭിച്ചില്ല. യോഗ്യതകളെല്ലാം അവൾക്കുണ്ട്, പ്രവേശനം കൊടുത്തില്ലെന്ന് മാത്രം. സ്വകാര്യ കോളേജിന്റെ സ്വകാര്യ അധികാരം വെച്ചുകൊണ്ട് അവർ പെൺകുട്ടിയെ തഴഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ കന്യാസ്ത്രീയുമാണ്. അതീവ ദുഃഖിതയായി പെൺകുട്ടി വീട്ടിലെത്തി. സ്വാമിയുടെ പുഞ്ചിരിക്കുന്ന ഫോട്ടോയിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകൊണ്ട് അവൾ നോക്കി. ആ നോട്ടം അങ്ങ് പർത്തിവാസന്റെ അകതാരിൽ കൊണ്ടു. അന്നു രാത്രി അവളൊരു സ്വപ്നം കണ്ടു. സ്വാമി മുന്നിൽ നിൽക്കുന്നു. ബംഗാരു, എന്തിനു കരയുന്നു? നാളെ കഴിഞ്ഞ് നീ ആ കോളേജിൽ തന്നെ പോകണം. ഒരു തമാശ കാണാം. നേരം പുലർന്നു. അവൾ ഉണർന്നു. സ്വാമിയെ സ്വപ്നം കണ്ടതിന്റെ സുഖം മനക്കാമ്പിലുണ്ടെങ്കിലും പ്രവേശനത്തെക്കുറിച്ചുള്ള ഭയം അവളെ അലട്ടിയിരുന്നു. ഏതായാലും സ്വാമിയുടെ കൽപ്പന അനുസരിക്കാൻ തന്നെ അവൾ ഉറച്ചു. സ്വാമി പറഞ്ഞ പോലെ അവൾ കോളേജിലെത്തി. ഒരു ധൈര്യത്തിനായി വിഭൂതിയും സ്വാമിയുടെ ചിത്രവും പുസ്തകത്തിനകത്ത് ഒളിപ്പിച്ചിരുന്നു. കോളേജിൽ ചെന്നയുടൻ അവളെ ഒരു കന്യാസ്ത്രീ വന്ന് വിളിച്ചു. വളരെ രഹസ്യമായി പറഞ്ഞു, കോളേജിലുള്ള പള്ളിയുടെ പിറകിൽ പ്രിൻസിപ്പൽ കാത്തു നിൽക്കുകയാണ്, വേഗം ചെല്ലൂ. പെൺകുട്ടിക്ക് പരിഭ്രമവും ഭയവും തോന്നി. എന്തിനായിരിക്കാം തന്നെ അങ്ങോട്ട് വിളിപ്പിക്കുന്നത്? സ്വാമി രക്ഷിക്കണേ, പ്രാർത്ഥിച്ചുകൊണ്ടവൾ പള്ളിയുടെ പുറകിലെത്തി. പെൺകുട്ടിയെ കണ്ടയുടൻ തന്നെ പ്രിൻസിപ്പൽ സ്നേഹപൂർവ്വം അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ വിസ്മയിച്ചു പോയി. തലേ ദിവസം തന്നോട് പരുക്കനായി പെരുമാറിയ പ്രിൻസിപ്പൽ തന്നെയാണോ ഇത്? അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് ആ സന്യാസിനി സംസാരിക്കാൻ തുടങ്ങി. കുട്ടി, ഇന്നലെ ഞാൻ പരുഷമായി പെരുമാറിയതിൽ വിഷമിക്കരുതേ. ഒരു നിമിഷം നിർത്തിയിട്ട് അവർ തുടർന്നു. ഇന്നലെ ഞാൻ ഒരു വിചിത്ര സ്വപ്നം കണ്ടു. സ്വപ്നം തന്നെയെന്ന് വിശ്വസിക്കാനും കഴിയുന്നില്ല. ഒരു മഹാത്മാവിനെയാണ് സ്വപ്നത്തിൽ കണ്ടത്. കണ്ടിട്ട് ഹിന്ദുവാണെന്ന് തോന്നുന്നു. തലയിൽ കിരീടം പോലെ മുടിയുണ്ട്, മുഖത്തെ തേജസ് അപാരം, ദീപ്തമായ മിഴികൾ. ആ രൂപം എന്നോട് മെല്ലെ പറഞ്ഞു, അവൾ എന്നിൽ ശരണാഗതി അടഞ്ഞവളാണ്. നീ എന്തിനവളെ വേദനിപ്പിച്ചു? ഈശ്വര സേവനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ചവരല്ലേ നിങ്ങൾ? നീ അതിനായി പ്രതിജ്ഞ എടുത്തവളല്ലേ? എന്നിട്ടും ഇങ്ങനെ നൊമ്പരപ്പെടുത്തിയാൽ? നിന്റെ പരുക്കൻ പെരുമാറ്റം ക്രിസ്തുവിനെ മുറിപ്പെടുത്തി. ഇത്രയും പറഞ്ഞു. പിന്നീട് കനത്ത നിശബ്ദത. ആ രൂപം മെല്ലെ ക്രിസ്തുവായി മാറി. 3 പ്രാവശ്യം ഞാൻ ഇങ്ങനെ കണ്ടു. പെൺകുട്ടിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവർ തിരക്കി. പറയൂ, ആരാണത്? എനിക്കെല്ലാം അറിയണം. വേഗം പറയൂ കുട്ടി. അവരുടെ സ്വരത്തിൽ തിടുക്കം. കഥ കേട്ടിരുന്ന പെൺകുട്ടിയുടെ ശരീരം വിറച്ചു. കൈകാലുകൾ തളരുന്നത് പോലെ. തനിക്കു വേണ്ടി സ്വാമി ആടിയ ലീലയോർത്ത് അവൾ വല്ലാതായി. കയ്യിൽ അടുക്കി പിടിച്ചിരുന്ന പുസ്തകം താഴെ വീണു. അതിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്വാമിയുടെ ചിത്രവും വിഭൂതിയും പുറത്തേക്ക് വന്നു. കന്യാസ്ത്രീയുടെ ദൃഷ്ടി ചിത്രത്തിൽ പതിഞ്ഞു. അവർ തിടുക്കത്തിൽ പറഞ്ഞു, ഇദ്ദേഹം തന്നെയാണ് സ്വപ്നത്തിൽ വന്നത്. അത്ഭുതം. പെൺകുട്ടി എല്ലാം വിശദീകരിച്ചു. അവൾക്ക് സീറ്റ് കിട്ടിയെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. അന്ന് 2 സീറ്റാണ് അനുവദിക്കപ്പെട്ടത്. 1 കോളേജിൽ പെൺകുട്ടിക്ക്, 2 കന്യാസ്ത്രീയുടെ ഹൃദയത്തിൽ സ്വാമിക്കായി 1 സീറ്റ്. ഏതായാലും ഇത് ആ കന്യാസ്ത്രീയുടെ ജീവിതം മാറ്റിമറിച്ചു. സഭയുടെ കനത്ത ആവരണത്തിനുള്ളിൽ രഹസ്യമായി സ്വാമിയെ അവർ പ്രതിഷ്ഠിച്ചു. പെൺകുട്ടി പുട്ടപർത്തിയിൽ പോകുമ്പോഴൊക്കെ കന്യാസ്ത്രീ തന്റെ പ്രാർത്ഥന കൊടുത്തയക്കും. സ്വാമി സ്വീകരിക്കും. ഉപദേശവും വിഭൂതിയും കൊടുത്തയച്ച് അനുഗ്രഹിക്കും. ഒരിക്കൽ വളരെ രഹസ്യമായി കന്യാസ്ത്രീ പെൺകുട്ടിയോട് പറഞ്ഞു, ബാബയോട് പറയണം, എനിക്കൊരു പ്രത്യേക ആഗ്രഹമുണ്ട്. അത് ലഭിക്കാനായി ബാബ എന്നെ സഹായിക്കണം. അവിടുത്തെ ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഞാൻ അതിനായി പ്രാർത്ഥിക്കൂ. പ്രിൻസിപ്പലിന്റെ വിചിത്ര ആഗ്രഹവുമായി പെൺകുട്ടി പ്രശാന്തിധാമത്തിലെത്തി. വിഭുവിനരികിൽ അണഞ്ഞു. അവിടുന്ന് അരുളി, നിന്റെ മദർ സുപ്പീരിയറിന്റെ ആഗ്രഹം എന്തെന്ന് ഞാൻ പറയട്ടെ? റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലായിരിക്കണം ജീവിതാവസാനം. അന്ത്യവേളയിൽ അവർക്ക് എന്റെ ദർശനവും ലഭിക്കണം. അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കുമെന്ന് ഉറപ്പ് കൊടുത്തുകൊള്ളൂ. പെൺകുട്ടിയിൽ നിന്ന് ഭഗവത് വാണി കേട്ടുകൊണ്ടിരിക്കെ കന്യാസ്ത്രീ രോമാഞ്ചമണിഞ്ഞു. മിഴികൾ സജലങ്ങളായി. ശരീരമാസകലം ഒരു തരിപ്പ്. അവർ ഒരു തരത്തിൽ പറഞ്ഞു, മോളെ, അവിടുന്ന് ഹൃദയവാസി തന്നെ. ഞാൻ ഹൃദയത്തിൽ മാത്രം സൂക്ഷിച്ച രഹസ്യം അവിടുന്ന് അറിഞ്ഞിരിക്കുന്നു. കാലം മുന്നോട്ട് നീങ്ങി. റോമിലേക്ക് അവർക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ വിഭുവിന്റെ ആജ്ഞയാൽ കാലം ഒരുക്കി.
അവർ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തി. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് റോമിൽ നിന്ന് ഒരു കത്ത് ലഭിച്ചു. അത് അവിടെയുള്ള ഒരു കന്യാസ്ത്രീയുടേതായിരുന്നു. കത്തിലെ സന്ദേശം: പ്രിൻസിപ്പൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അന്ത്യവേളയിൽ അവർക്ക് ബാബ ദർശനം നൽകി. ഇക്കാര്യം എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുട്ടിയെ അറിയിക്കാനും നിർദ്ദേശിച്ചു. കത്ത് വായിച്ച് പെൺകുട്ടിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അടുത്ത പുട്ടവർത്തി ദർശനവേള. കരുണാനിധിയായ സ്വാമി അരുളി: ഞാൻ റോമിൽ പോയിരുന്നു. അവർക്ക് ദർശനം നൽകി. അവർ സായിയിൽ ലയിച്ചു കഴിഞ്ഞു. അവൾ മഹാഭാഗ്യവതി തന്നെ. ജാതി, മത, വർണ്ണ, ലിംഗഭേദങ്ങൾ വിഭുവിന്റെ അരികിൽ അണയുന്നതിനുള്ള മാനദണ്ഡങ്ങളല്ല. ഭഗവാന് വേണ്ടത് മാലിന്യമില്ലാത്ത മനസ്സ്, ഗംഗ പോലെ വിശാലമായ പവിത്ര മനസ്സ്. സച്ചിദാനന്ദ സാഗരമാകുന്ന ഭഗവാനിൽ അചിരേണ ലയിച്ചു ചേരുന്നു. ഓം തത്സത്.